അയ്യനും അമരക്കാരനും എന്ന സിനിമ നമ്മളിന്നിവിടെ എല്ലാവരും കാണുകയാണ്. അതിന് ആദ്യമായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അടുത്ത് നമ്മുടെ ഈ പടത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് വിൻസെൻ്റ് കെ പീറ്റർ ഫാദറിന് ആണ് നന്ദി പറയേണ്ടത്. ഫാദറില്ലെങ്കിൽ ഈ സിനിമ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിന്നിവിടെ നിൽക്കുന്നതിന് കാരണവും ഫാദർ തന്നെയാണ്. ഫാദറിൻ്റെ 7 സോങ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്ഷൻ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ഫാദറിൻ്റെ കരുണയും കാരുണ്യമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കാരണം. ഫാദറിന് വലിയൊരു കയ്യടിയോടുകൂടെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ ഒരു വോയിസ് നൽകി നമ്മുടെ ട്രെയിലർ ഇവിടെ പ്രകാശനം ചെയ്തു. സാറിനും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ MP ശശി തരൂർ സാർ നല്ലൊരു സന്ദേശം നൽകി. സാറിനും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരുടെ ഉണ്ട്. പുനലൂർ പിതാവ്, നമ്മുടെ നേറ്റങ്കര പിതാക്കന്മാർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ വൈദികർ, സിസ്റ്റേഴ്സ്, അവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ MLA മാർ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എന്നോട് ടൈമില്ല, നമുക്കടുത്ത് സിനിമ കാണണം. അതിലേക്ക് വേണ്ടി എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസർ ബ്രൈറ്റ് സാർ ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന നമ്മുടെ ബ്രൈറ്റ് സാറിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ തിരക്കഥാകൃത്ത് ഷാജി മതിലകമാണ്. നമ്മുടെ ഇന്ന് ഒരു പൈസ പോലും വാങ്ങാതെ തന്നെ ഈ കഥ എഴുതി നമുക്ക് വേണ്ടി നല്ല ഒരു തിരക്കഥ റെഡിയാക്കി തന്ന നമ്മുടെ ഷാജി മതിലക സാറിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വില്യം ആറാട്ടുകുഴി ഈ ആശയം പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങോട്ട് നേരിട്ട് വരികയായിരുന്നു. പുള്ളി ഇങ്ങോട്ട് വന്ന് ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ തന്നെ ഇതിലെ സോങ്ങുകൾ നമുക്ക് കമ്പോസ് ചെയ്തു തന്നു. വില്യം ആറാട്ടുകുഴിക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ ഇതിലെ 2 സോങ്ങുകൾ ചെയ്തിരിക്കുന്ന പ്രണവ് മധുവാണ്. ഒരു വിഷു സോങ്ങും ടൈറ്റിൽ സോങ്ങും. പ്രണവ് മധുവിനും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് അനൂപ് പോളാണ്. അപ്പോൾ അനൂപിനും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. സജി സൂര്യയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ പടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സജി സൂര്യ ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ഇതിലെ നായക കഥാപാത്രം അഭിനയിച്ചു. സജി സൂര്യയ്ക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ ഇത് സപ്പോർട്ട് ചെയ്ത ബിനു, രാജമണി LAC, ഷാജി BGR കൺസ്ട്രക്ഷൻ, സേവിയർ, രാഹുൽ, അവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇഗ്നീഷ്യസ് നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ കൊയർ ടീമിലുള്ള അംഗമാണ്. ഇഗ്നീഷ്യസ് നമ്മുടെ വെട്ടുകാട്, തുമ്പ ആ ഏരിയകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്ത ഒരു വ്യക്തി കൂടെയാണ് ഇഗ്നീഷ്യസിനും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അജയ് തുണ്ടത്തിൽ നമുക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യങ്ങൾ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും വിട്ട അജയ് തുണ്ട സാറിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. റജികുമാർ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ഏറ്റെടുത്ത് നടത്തുകയും ഇന്ന് ജർമ്മനിയിലാണ് പുള്ളി. എങ്കിലും പുള്ളിയെ ഞാൻ ഓർക്കുന്നു, പുള്ളിക്ക് നന്ദി അർപ്പിക്കുകയാണ്. നമ്മളിതിൽ അഭിനയിച്ച ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ വിളിച്ചു. ഇന്ദ്രൻ ചേട്ടൻ ഷൂട്ടിങ്ങിലായിട്ട് ചെന്നൈയിലാണ്, വരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിന് നമ്മൾ നന്ദി അറിയിക്കുന്നു. അതേപോലെ ചെമ്പിൽ അശോകൻ, ബോബൻ ആലിമൂടൻ, കുമരകൻ രഘുനാഥ്, മനുരാജ്, കോട്ടയം രമേശ്, ഹരിക്കൊല്ലം, പ്രമോദ് മണി, ഡോക്ടർ ദിവ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ നൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ എത്ര നൈറ്റായാലും ശരി തന്നെ ദിവ്യ ഉറങ്ങുന്നത് സ്വന്തം കാറിലാണല്ലേ. ദിവ്യ ഇവിടെ ഉണ്ട്. ദിവ്യയാണ് ഇതിലെ നായിക കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിവ്യ നമ്മൾ ഷോട്ട് റെഡിയാകുമ്പോൾ എത്ര ഉറങ്ങിക്കിടന്നാലും വിളിച്ചാലും ഒരു പ്രയാസവും കൂടാതെ വന്ന് നമുക്ക് ആ കഥാപാത്രം ചെയ്തു തരുമായിരുന്നു. ദിവ്യയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതേപോലെ ഗസി ഇവിടെ ഉണ്ട്. ഗസിക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഗസി വളരെ ത്യാഗം അനുഭവിച്ചു. ഗസിക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കല്യാണി
കല്യാണി ഇവിടെ വന്നിട്ടുണ്ട്. കല്യാണിക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച വ്യക്തികളുണ്ട്. നമ്മുടെ മുകേഷ് ഏട്ടൻ, അനൂപ്, ശങ്കർ ഇവിടെ ഉണ്ട്. ശങ്കരേട്ടനെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ നമ്മുടെ ജയന്തി ചേച്ചിയും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ചേച്ചിക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എനിക്കിനി വളരെ നന്ദി അർപ്പിക്കാനുള്ളൊരു വ്യക്തിയുണ്ട്, നമ്മുടെ പ്രജിത് സാർ. പടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രജിത് സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഈ പ്രജിത് സാർ വന്നിട്ട് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ നോട്ടീസുകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ പരസ്യങ്ങൾ വയ്ക്കുന്നത് ഫാദറിൻ്റെ നിർദ്ദേശപ്രകാരം പ്രജിത് സാറാണ്. വച്ച് പ്രജിത് സാർ തളർന്നില്ല. എന്നോട് വന്ന് പറയുമായിരുന്നു, ഇനി ഞാൻ വയ്ക്കില്ല, എനിക്ക് വയ്യ. പക്ഷെ വീണ്ടും കർത്താവ് പ്രജിത്തിനെ തന്നെ തിരഞ്ഞെടുത്തു. ഇവിടെ നടന്ന ഈ സെറ്റിങ്സ് എല്ലാം ഡ്യൂട്ടിക്ക് പോലും പോകാണ്ട് ഇന്ന് ലീവ് എടുത്ത് നിൽക്കുകയാണ്. പുള്ളി ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കിന്ന് ശബരിമല ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞു, പറ്റില്ല പ്രജിത്ത്, നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ എനിക്കൊരു മുൻകൂർ ജാമ്യം എടുത്ത് വയ്ക്കുന്നു. പ്രജിത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആരെങ്കിലും നന്ദി അർപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിലെ സെറ്റിംഗ് കരുനാഥന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ കുരിശുമലയുടെ ഫോട്ടോഗ്രാഫർ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ജിബിൻ ക്യാമറ, അവൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ആങ്കർ സ്റ്റെഫി ആൻസി, അവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ എൻ്റെ സഹപാഠിയായ ജോർജ്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ജിതീഷ് ഭായ് എനിക്കിനി മറക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടെയാണ് ജിതീഷ് ഭായ്. പുള്ളി ഞാൻ വിളിച്ചു, പുള്ളി ഇവിടെ വന്നിട്ടില്ല. പുള്ളിക്ക് വന്നിട്ട് ഇന്ന് ഷൂട്ടുണ്ട്, അതുകൊണ്ട് പുള്ളി എത്തിയിട്ടില്ല. പുള്ളിക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ യോഗീശ്വരൻ, ജോർജ്, ഇവർക്കെല്ലാം നന്ദി അർപ്പിക്കുന്നു. ആർക്കും നന്ദി പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കിനി പടം തുടങ്ങാറായി. പടം കാണാനുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.